ഗുജറാത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ വീൽ ഊരിപ്പോയി എന്നതാണ്. ഗുജറാത്തിലെ കണ്ട്ലയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ സ്പൈസ് ജെറ്റ് വിമാനമാണ് അപൂർവ സാഹചര്യം നേരിട്ടത്. ഏറ്റവും പുറമേയുള്ള വീലാണ് ഊരിപ്പോയതെന്ന് സ്പൈസ് ജെറ്റ് വ്യക്തമാക്കി. വിമാനം മുംബൈയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിനു മുൻപും ഇതുപോലെ പലതരത്തിലുള്ള പരാതികൾ സ്പൈസ് ജെറ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം, അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമല്ലേ, ഈ വീല് ഊരിപ്പോരുക എന്നൊക്കെ പറയുന്നത്? തീർച്ചയായും ഇത് നാണക്കേട് ഉണ്ടാക്കുന്നതും ഒപ്പം അതീവ ഗൗരവമുള്ള ഒരു സംഭവമാണ് ഈ സ്പൈസ് ജെറ്റ് വിമാനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഗുജറാത്തിലെ കണ്ട്ലയിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് വിമാനം പറന്നു വരുന്നത്. Q400, അതായത് ഒരു ചെറിയ വിമാനമാണ്. പരമാവധി 90 പേരെ വരെ വഹിക്കാൻ കഴിയുന്ന രാജ്യത്തെ ചെറിയ വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാനമാണ്. ഏതാണ്ട് 75 യാത്രക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെയാണ് റൺവേയിൽ ടയർ ഊരിക്കിടക്കുന്നത്, ഒരു വീൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോഴാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിൽ നിന്ന് ഒരു വീൽ ഇപ്പോൾ നഷ്ടമായി എന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ ആ വിവരം പൈലറ്റിനെയും അറിയിക്കുന്നുണ്ട്. പക്ഷേ വിമാനം അടിയന്തരമായ കണ്ട്ലയിൽ തിരിച്ചിറക്കിയില്ല, അത് മുന്നോട്ട് സർവീസ് തുടർന്നു. പിന്നീട് മുംബൈയിൽ അടിയന്തര ലാൻഡിംഗ് അവിടെ നടത്തുകയും ചെയ്തു. 4 മണിയോടെയാണ് മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് തന്നെയായിരുന്നു മുംബൈയിൽ നടന്നത് എന്ന് ആണ് ഇപ്പോൾ സ്പൈസ് ജെറ്റിന്റെ വക്താവ് പറയുന്നത്. മാത്രമല്ല, ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി മുംബൈ വിമാനത്താവളത്തിൽ ഒരു ഫുൾ എമർജൻസി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ മുംബൈയിൽ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ വളരെ അപകടകരമായ ഒരു യാത്രയായിരുന്നു അത്. വീൽ ഊരിപ്പോകുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.